ഹിജാബ് കേസിലെ വിധിയുടെ പശ്ചാത്തലത്തിൽ കർണാടകത്തിൽ സുരക്ഷ ശക്തമാക്കി. ബംഗളൂരുവിൽ ഉൾപ്പെടെ നിരോധനാജ്ഞ നിലനിൽക്കുകയാണ്. കർണാടകയിലെ പ്രീ യൂണിവേഴ്സിറ്റി കോളേജിൽ ഹിജാബ് ധരിച്ച് വിദ്യാർത്ഥിനികൾ എത്തുകയും അതിനെതിരെ കാവി ഷോൾ അണിഞ്ഞ് മറ്റൊരു കൂട്ടം വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയും ചെയ്തതോടെയാണ് ഹിജാബ് വിവാദം ശക്തമായത്. ഹിജാബ് കേസിൽ വിധി വരുന്ന പശ്ചാത്തലത്തിൽ കർണാടകത്തിൽ നേരത്തെ തന്നെ സുരക്ഷ ശക്തമാക്കിയിരുന്നു. ബംഗളൂരു, മൈസൂർ, ബെഗാവി എന്നിവിടങ്ങളിൽ ഒരാഴ്ചത്തെ നിരോധനാജ്ഞ നിലനിൽക്കുകയാണ്. ആളുകൾ കൂട്ടം കൂടുന്നതിനും നിരോധനമുണ്ട്. ഉടുപ്പി, ശിവമൊഗെ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഡിസംബർ 27 ഉടുപ്പി സർക്കാർ PU കോളേജിൽ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനികളെ അധികൃതർ തടഞ്ഞതോടെയാണ് വിവാദത്തിന്റെ തുടക്കം. ഹിജാബും ബുർഖയും ഒഴിവാക്കിയാൽ മാത്രമേ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കൂവെന്ന് അധികൃതർ നിലപാടെടുത്തു. ഇതോടെ വിദ്യാർത്ഥിനികൾ ക്ലാസ് ബഹിഷ്കരിച്ചു. 2022 ജനുവരി 1 ചിക്കമംഗ്ലൂർ സർക്കാർ കോളേജിലും ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ തടഞ്ഞു. ഹിജാബ് ധരിച്ചാൽ കാവിഷാൽ ധരിക്കാനും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു സംഘം വിദ്യാർത്ഥികളും പ്രതിഷേധം ആരംഭിച്ചു. 2022 ജനുവരി 6 മംഗളൂരു സർക്കാർ കോളേജ്, മാണ്ഡ്യ സർക്കാർ കോളേജ് എന്നിവിടങ്ങളിലും പ്രതിഷേധം ശക്തമായി. വിദ്യാർത്ഥികൾ സംഘം തിരിഞ്ഞ് അല്ലാഹു അക്ബറും ജയ് ശ്രീരാമും വിളിച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധം മറ്റു കോളേജുകളിലേക്കും വ്യാപിച്ചതോടെ വിവിധയിടങ്ങളിൽ ഏറ്റുമുട്ടലുണ്ടായി. പോലീസ് ലാത്തിചാർജ് നടത്തി. ഇതിനിടെ ഹിജാബ് നിരോധനത്തിനെതിരെ ഉടുപ്പി PU കോളേജിലെ 6 വിദ്യാർത്ഥിനികൾ 2022 ജനുവരി 31 ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഫെബ്രുവരി 5 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യൂണിഫോമിന്റെ ഭാഗമല്ലാത്ത എല്ലാ വസ്ത്രധാരണവും വിലക്കി കർണാടക വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ഫെബ്രുവരി 8 ഹൈക്കോടതി ഹിജാബ് നിരോധനത്തിനെതിരായ ഹർജിയിൽ വാദം കേൾക്കൽ ആരംഭിച്ചു. ഫെബ്രുവരി 9 കേസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ വിശാല ബെഞ്ചിന് കൈമാറി. ഫെബ്രുവരി 10 കേസ് വിശാല ബെഞ്ച് പരിഗണിച്ചു. 11 ദിവസത്തെ വാദത്തിനു ശേഷം ഹർജികൾ വിധി പറയാനായി മാറ്റുകയായിരുന്നു. ന്യൂസ് 18 ഡൽഹി.